ഹായ് ഫ്രാൻസ്, വെൽക്കം ബാക്ക് ടു മായവി ട്രേഡിംഗ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. മായവി ട്രേഡിംഗ്. ഓക്കെ, ഇത് വാർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ്ങിനെ കുറിച്ചുള്ളതാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഡെമോ അക്കൗണ്ടിലായിരിക്കണം. പ്രാക്ടീസ് ചെയ്ത് കേൾക്കാൻ നല്ലൊരു ഇതാണിത്. ഓക്കെ, അത് മനസ്സിലാക്കുക, വാർണിങ്സൊക്കെ നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ കോട്ടക്സിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോട്ടക്സിൽ ഇന്നത്തെ ഒരു സെക്ഷൻ കാണിച്ചു തരാം. നമുക്ക് VIP ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് VIP ഗ്രൂപ്പ് നമ്മുടെ. ഓക്കെ, VIP ഗ്രൂപ്പ്. ഇതിൽ വിന്ന് മാത്രമല്ല, ഓക്കെ, ലോസും ഉണ്ട്. കാണിച്ചു തരാം. ലോസ് കണ്ടോ? ഓക്കെ, ലോസ് വരും. ഈ ലോസ് വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ നോക്കി ഇങ്ങനെ നമ്മൾ വിന്നാവും. അപ്പോൾ ലോസ് വന്നു എന്ന് വെച്ചാൽ 7 ട്രേഡ് കൊടുത്തു, 2 ലോസായി, 5 വിന്നായി. ലോസ് വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അയ്യോ ലോസ് ആയല്ലോ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് നിങ്ങൾ ഇനി നെക്സ്റ്റ് സെക്ഷനിൽ കാണാം, അല്ലെങ്കിൽ നാളെ കാണാം, അല്ലെങ്കിൽ വേറൊന്നും പറയാതെ അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനത്തെ പരിപാടി നമുക്കില്ല. നമ്മൾ ലോസ് എന്ന് പറയുന്നത് ഒരു ട്രേഡറിന് ലോസ് നിർബന്ധമായിട്ടും വന്നില്ലെങ്കിൽ അതെന്തോ പ്രശ്നമാണ് അവിടെ. അതുപോലെ തന്നെ ട്രേഡറിന് പ്രോഫിറ്റ് വന്നില്ലെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, എങ്ങനെ ട്രേഡ് ചെയ്താലും. അപ്പോൾ ലോസിനെ റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ജെന്യുവനായിട്ടുള്ള ട്രേഡറിൻ്റെ ഏറ്റവും വലിയ ഗുണം, അല്ലെങ്കിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ റിക്കവർ ചെയ്യുമ്പോൾ എന്ത് വേണം? നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? ഓക്കെ, റിക്കവർ ചെയ്യുന്ന ഒരു ട്രേഡറിൻ്റെ കയ്യിൽ എന്ത് വേണം? സ്ട്രാറ്റജി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഓക്കെ, അഫ്കോഴ്സ് വേണം. പക്ഷേ അതിനെക്കാട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ഏത് ട്രേഡിംഗ് എന്നല്ല, ഏത് മേഖലകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു ബുക്ക് സ്റ്റാൾ നടത്തുമെന്ന് വെച്ചോട്ടെ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പഴയ ബുക്കുകളുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൈസയില്ല. ന്യൂ ട്രെൻഡിങ് ആയിട്ടുള്ള ബുക്കുകൾ വന്നു. പല ബുക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബുക്കുകൾ. ആൾക്കാർക്ക് എന്താണ് ആവശ്യം? ന്യൂ ട്രെൻഡ്, പുതിയ ബുക്കുകളാണ്. നിങ്ങൾ ഈ പഴയ ബുക്കുകളും വെച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് റണ്ണാവോ? മനസ്സിലാവും. നിങ്ങളൊരു മീൻ കച്ചവടക്കാരെന്ന് വെച്ചോട്ടെ. ഓക്കെ, നിങ്ങൾ മത്തി മാത്രമേ വിൽക്കുന്നുള്ളൂ. മത്തി അല്ലെങ്കിൽ അയില മാത്രമേ. ആൾക്കാർക്ക് ആവശ്യം വേറെ എന്താ പറയുക, ട്യൂണ, ഷാർക്ക് അതുപോലുള്ള കാര്യങ്ങളാണ്, പ്രോൺസ് അതുപോലുള്ള കാര്യങ്ങൾ വെച്ചോട്ടെ. നിങ്ങളുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പണിയില്ല. നിങ്ങളുടെ അടുത്ത് കസ്റ്റമർ വരുമോ? നിങ്ങളുടെ ബിസിനസ് ഇതാവുമോ? അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങിൽ ലോസ് വരും. ലോസിനെ റിക്കവർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ അടുത്ത് റിക്കവർ ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ട്രേഡിങ്ങിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നത്. എൻ്റെ അടുത്തൊരു 1000 രൂപയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രേഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ ബൈ ചാൻസിൽ ഓക്കെ ആവും. പക്ഷെ എന്നാലും എവിടെയെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ ആ ലോസിന് റിക്കവർ ചെയ്യാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ പിന്നെ 1000 രൂപ പോയി. അതാണ് ഏത് ബിസിനസ്സും. നിങ്ങൾ ലോകത്തിലെ ഏത് ബിസിനസ് പറഞ്ഞോ, ഏത് ബിസിനസ്സിലും ക്യാപിറ്റൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൂലധനം എന്ന് പറയുന്ന ഒരു സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മനസ്സിലാവുന്നില്ലേ? ഇപ്പം നമ്മുടെ കൊച്ചിന്, ബാക്കി ക്ലാസ്സിലെ എല്ലാ കൊച്ചുകളും നല്ല ബാഗുകളും നല്ല ഇതും കൊണ്ടുപോകും. നമ്മുടെ കൊച്ചു മാത്രം നമുക്ക് അതിനുള്ള എഫേർട്ട് എടുക്കാനുള്ള ഇല്ലയെന്ന് വെക്കുക. എന്തായിരിക്കും സ്ഥിതി? ആ കൊച്ചിനൊരു നീരസവും അല്ലെങ്കിൽ ആ ഒരു വിഷമവും ഉണ്ടാവും. അവിടെ ലോസ് എന്ന് പറയുന്നത് ആ വിഷമമാണ്. കേട്ടോ, ഓരോ സംഗതികളിലും എന്താണ് പറയുന്നത്? ഓരോ നെഗറ്റീവ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളുണ്ട്. അതിനെ റിക്കവർ ചെയ്യാണ്. ഇപ്പോൾ വിഷമം വന്നു, അതിനെ റിക്കവർ ചെയ്യുന്നത് എന്താണ്? സന്തോഷമാണ്. ആ സന്തോഷം എന്താണ്? അതാണ് ക്യാപിറ്റൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏത് സംഗതികളിലും, ആകാശത്തിൻ്റെ തീരെയുള്ള ഏത് സംഗതിക്കും ഇമ്പ്രൂവ് ആവാൻ ഒരു വിധത്തില്ലെങ്കിൽ വേറൊരു വിധത്തിൽ ക്യാപിറ്റൽ റിക്കവേർഡ്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ട്രേഡിങ്ങിനും ആവശ്യം. ഇതാണ് തത്വം, ഇതാണ് ആവശ്യം, ഇതാണ് ട്രേഡിങ്ങിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ആരും ഇത് പറഞ്ഞു തരില്ല. എല്ലാവരും വന്നിട്ട് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യിപ്പിക്കും. ഓക്കെ, അതല്ല. ഓക്കെ, സംഗതി അതല്ല. നിങ്ങൾ മനസ്സിലാക്കുക, ക്യാപിറ്റൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ട്രേഡിങ്. ഓക്കെ, അപ്പോൾ അത് വിടും. ഇത് നമ്മൾ ചെറിയൊരു സ്ട്രാറ്റജിയാണ്. ഇത് ബഗ് എന്ന് പറയാം. കോട്ടക്സിൻ്റെ ഒരു ബഗ്ഗെന്നോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതെപ്പോഴും വർക്കാവണമെന്നുമില്ല.
അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ വളരെ സിമ്പിളാണ്. അടുപ്പിച്ച് മൂന്ന് ക്യാൻഡിലോ 3 ക്യാൻഡിൽ അല്ലെങ്കിൽ 4 ക്യാൻഡിൽ അടുപ്പിച്ച് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അപ്പിലേക്കായാലും ഡൗണിലേക്കായാലും അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ഓക്കെ, ഇത് കളറിൽ ഞാൻ പറയുന്നത് വെച്ചിട്ട് കളർ ട്രേഡിംഗ് അല്ല, നിങ്ങൾക്കറിയാലോ കോട്ടക്സ് എന്ന് ഓക്കെ റിയൽ ട്രേഡിംഗ് ആണ്. അപ്പോൾ അടുപ്പിച്ച് 1 2 3 4 കളർ വന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രീൻ കളർ അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽ. നെക്സ്റ്റ് ഒരു എന്തായിരുന്നു റെഡ് ക്യാൻഡിൽ വന്നു. അപ്പോൾ ആ റെഡ് ക്യാൻഡിൽ തൊട്ടിട്ട് ആ റെഡ് ക്യാൻഡിൽ മുതൽ ഞാനൊരു മിനിറ്റ് എപ്പിക് പെൻ ഓക്കെ ഇരിക്കട്ടെ. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ 1 2 3 4. ഓക്കെ, ഇത് 4 ആവണമെന്നില്ല, മിനിമം 3 ആയാലും മതി. ഓക്കെ, നെക്സ്റ്റ് ഒരു ഓപ്പോസിറ്റ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഓപ്പോസിറ്റ് ക്യാൻഡിൽ. അപ്പോൾ ആ ക്യാൻഡിൽ മുതൽ നിങ്ങൾ എണ്ണാൻ തുടങ്ങുക. 1 2 3 4 5 6 7. ഏഴാമത്തെ ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ ഏതാണോ, ഒന്നാമത്തെ ക്യാൻഡിൽ ഏതാണോ അത് തന്നെയായിരിക്കും ഏഴാമത്തെ ക്യാൻഡിലും വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്യാൻഡിൽ റെഡ് ആണെങ്കിൽ ഡൗണിലെ സൈഡിലേക്ക് ഏഴാമത്തെ ക്യാൻഡിൽ നിങ്ങൾ ഡൗണിലേക്ക് തന്നെ ട്രേഡ് എടുക്കുക. മനസ്സിലായോ? ഇത് തന്നെയാണ് ഓപ്പോസിറ്റും. നിങ്ങൾ നോക്കിയോ, അടുപ്പിച്ച് ക്യാൻഡിൽ വന്നു 1 2 3 4 അടുപ്പിച്ച് റെഡ് ക്യാൻഡിൽ വന്നു. നമ്മൾ ഏഴാമത്തെ ക്യാൻഡിൽ എണ്ണാണ്. ഇവിടെ നിന്നാണ് ഗ്രീൻ ഓപ്പോസിറ്റ് ക്യാൻഡിൽ വന്നു. ഇതാണ് 1 2 3 4 5 6 7. MTG വിൻ. MTG എടുക്കേണ്ടാത്തവർ അവിടെ വിട്ടേക്കുക. ഇതിൽ നോൺ MTG നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, MTG എടുത്ത് നോൺ MTG നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, സ്ട്രാറ്റജി മനസ്സിലായോ? ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതെല്ലാം. ഓക്കെ, ഇവിടെ അടുപ്പിച്ച് ഇത് വന്നു, നോക്കിക്കോ 1 2 3 4 അടുപ്പിച്ച് വന്നു. ഇത് റെഡാണ്. നമുക്കിവിടെ ഒരു ട്രേഡ് എടുത്ത് നോക്കാം. വെയിറ്റ് ചെയ്യണം. 1 സെക്കൻഡ് ക്യാൻഡിൽ നോക്കാം. ഇത് ഏതിലാണ്? USD BDT. ഓക്കെ, നമുക്ക് 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. നമുക്ക് വേറെ നോക്കാം. നമുക്ക് ഏത് USD BDT. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഇവിടെ 1 2 3 4. ഓക്കെ, റെഡ് ക്യാൻഡിൽ ഓപ്പോസിറ്റ് റെഡ് ക്യാൻഡിൽ വന്നു. 1 2 3 4 5 6 നെക്സ്റ്റ് ക്യാൻഡിൽ. ഓക്കെ, 1 2 3 എവിടെ പോയടാ ഇത്? ഓക്കെ, 1 2 3 4 5 6 7 നെക്സ്റ്റ് ക്യാൻഡിൽ എങ്ങോട്ടായിരിക്കും? ഡൗണിലേക്ക്. വെയിറ്റ് ചെയ്യൂ. കിട്ടിയില്ലെങ്കിൽ 1 സ്റ്റെപ്പ് MTG. 1 സ്റ്റെപ്പ് MTGനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഓക്കെ, ഇതിൽ നിങ്ങൾ MTG ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഡൗണിലേക്ക് ഒരു ട്രേഡ് എടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ? ഒരേ കളറിൽ അല്ലെങ്കിൽ ഒരേ ഇത് ബുള്ളിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ 2 ബുള്ളിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ക്യാൻഡിൽ വരുന്നു. അവിടുന്ന് നമ്മൾ ആ ക്യാൻഡിൽ വിട്ടിട്ട് 1 2 3 4 5 6 7th ക്യാൻഡിൽ എന്തായിരിക്കും? റെഡ് തന്നെയായിരിക്കും. ഓക്കെ, റെഡ് അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഒരു MTG എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ MTG എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഏഴാമത്തെ ക്യാൻഡിൽ നമുക്ക് റെഡ് ക്യാൻഡിൽ വരണം. അതിന് പകരം ഗ്രീൻ ക്യാൻഡിൽ വന്നു, ഒരു MTG എടുത്തുക. ഓക്കെ, MTG ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ, താല്പര്യമുള്ളവർ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ വിട്ടേക്കുക. ഇഷ്ടംപോലെ ട്രേഡ് ഈ ബഗ്ഗിൽ നിങ്ങൾക്ക് കിട്ടും.
പക്ഷേ ഈ ബഗ് എത്രത്തോളം കാലം നിലനിൽക്കുന്നത് എനിക്കറിയത്തില്ല. വെയിറ്റ് ചെയ്യാം. റെഡ് വരും, നിങ്ങൾ പേടിക്കണ്ട, അതിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ, റെഡായി. ഓക്കെ, 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നല്ല കോൾഡാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബി ഡി ടി എത്ര ഇതായി? ഓപ്പോസിറ്റ് 1 2 3 4 5 6. നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് അല്ലേ? ഇതാട്ടോ 1. ഞാൻ റെഡിലേക്ക് എടുക്കട്ടെ, ഒന്ന് ഡൗണിലേക്ക് എടുക്കട്ടെ. ഞാൻ എടുത്തു. ഇത് 1 2 3 4 5 6 7. 7ാമത്തെ ക്യാൻഡിൽ എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം. ഞാൻ അത് വിട്ടിട്ട് ഇനി അത് നോക്കാം. നമുക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. വേറെ ഓപ്പോസിറ്റ് ക്യാൻഡിൽ വരണേ നമുക്ക് എടുക്കാമായിരുന്നു. നോക്കാം. ഇല്ല ഇല്ല ഇല്ല, നോ 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 നോ. ഇവിടേക്ക് ഉണ്ടായിരുന്നൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത് ഇഷ്ടം പോലെ നമുക്ക് വിന്നാണിത് വരിക. ഓക്കെ ഓക്കെ, ഇതിങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് കൊണ്ടുപോയിട്ടുള്ള പൈസ കൊണ്ടുപോയിട്ട് മുഴുവൻ കൊണ്ടുപോയിട്ടല്ലേ, മനസ്സിലാവുന്നുണ്ട്. ഇത് ഒന്ന് നിങ്ങൾ ഡെമോ അക്കൗണ്ടിലൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അതിനുശേഷം മാത്രം പോയാൽ മതി. ഓക്കെ, ഇതുണ്ടോ ഇങ്ങനെ ഇടയ്ക്ക് ക്യാൻഡിൽ വന്നിട്ട് പിന്നെ ഇത് ചെയ്ത് ഇവിടുന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ ക്യാൻഡിലാണ് 1 കേട്ടോ, ഈ ക്യാൻഡിലാണ് 1 വരിക. ഞാനേ ഇനി ബൈ ഒന്ന് എടുത്ത് നോക്കട്ടെ. ബൈ 3 ക്യാൻഡിൽ വന്നില്ല. ഒരു 3 ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 MTG കിട്ടി ഇവിടെ. ഇവിടെ നോക്കാം. ഇതിപ്പോൾ സ്റ്റാർട്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നിൽക്കണം. ഇതെന്തായി? 1 2 3 4 5 6 7 കണ്ടോ? 7ാമത്തെ ക്യാൻഡിൽ ഇവിടെ വിന്നായി. റെഡ് ക്യാൻഡിൽ വരുമ്പോൾ ഓപ്പോസിറ്റ് ക്യാൻഡിൽ ഗ്രീൻ, അപ്പോൾ ഗ്രീൻ തന്നെയായിരിക്കും 7ാമത്തെ ക്യാൻഡിൽ. ഇനി ഗ്രീൻ വന്നിട്ട് റെഡ് ക്യാൻഡിലാണ് ഓപ്പോസിറ്റ്, അപ്പോൾ 7ാമത്തെ ക്യാൻഡിൽ എന്തായിരിക്കും നോക്കാം. 1 2 3 4 5 6 7 കണ്ടോ? 7ാമത്തെ ക്യാൻഡിൽ റെഡ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനത്തെ ചെറിയ ചെറിയ ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മനസ്സിലാവുന്നുണ്ടോ? 1 2 3 4 5 6 7 7ാമത്തെ ക്യാൻഡിൽ ഇവിടെ എടുക്കാം. പക്ഷെ ഞാൻ അതെല്ലാം നോക്കണം. ഞാനിപ്പോൾ അപ്പിലേക്കൊരു ട്രേഡ് എടുക്കാമെന്നുള്ള ഒരു ഇതിലായിരുന്നു. 1 2 3 4 5 1 2 3 4 5 6 7 8 ഇവിടെ ലോസ് ആയിപ്പോയി. ഇവിടെ ലോസ് കേട്ടോ, ലോസ് അടിച്ചു. എല്ലാം പ്രോഫിറ്റ് മാത്രമല്ലല്ലോ, ലോസും ഉണ്ടാവുമല്ലോ. നോക്കിക്കോ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോ, ബാക്കോട്ട് നോക്കിക്കോ, എത്ര വേണമെങ്കിൽ നോക്കിക്കോ. 1 2 3 4 5 6 7 കണ്ടോ? ഓക്കെ, നിങ്ങൾക്കൊന്ന് ഗ്രീനിൻ്റെ ഒന്ന് ഗ്രീനിലൊരു ട്രേഡ് എടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. 1 2 3 4 5 6 7 8 കണ്ടോ? ഇത് നമുക്ക് MTG കിട്ടിയാണ്, ഇത് ഗ്രീനിലായിരുന്നു. 1 2 3 4 ഓക്കെ, ഗ്രീനിലും കൂടെ ട്രേഡ് എടുത്ത് കാണിച്ചേ.
ഗ്രീനിലും കൂടെ ട്രേഡ് കാണിക്കാം. ഇനി അബി പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, കൊണ്ടുപോയിട്ടുള്ള പൈസ മുഴുവൻ കൊണ്ടുപോയി ഇടരുത്. ഇതിൽ ഇത് ബഗ്ഗാണ്. ഓക്കെ, ബഗ് അവർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഓക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിക്കോ. പക്ഷേ ഡെമോ അക്കൗണ്ടിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇതിൽ ലോസ് വരും, ലോസ് ഉണ്ടാവും, അത് നിങ്ങൾ മറക്കണ്ട. ഓക്കെ, 1 2 3 4 5 6 7. ഓക്കെ, വെയിറ്റ് ചെയ്യട്ടോ. ഇതൊരു 1 2 3 4, ഇത് 5. ഓക്കെ, 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാമല്ലോ. വെയിറ്റ് ചെയ്യും. 2 മിനിറ്റ്സ് നമുക്ക് എന്തെങ്കിലും പറയാം. അപ്പോൾ നമ്മുടെ ഇതുപോലുള്ള VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഓക്കെ, ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോട്ടക്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. താല്പര്യമുള്ളവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഇല്ലാത്തവരും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തോളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാം. ഡെമോ അക്കൗണ്ടിൽ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നില്ലേ, ഇതേപോലെ ഒരുപാട് സ്ട്രാറ്റജികളും വീഡിയോകളും ഒക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ ഒന്ന് കണ്ട് ആ ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലായിരിക്കും. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ വേണ്ട, ആ ഗ്രൂപ്പിൽ തന്നെ നിന്നോളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇതും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, 5 കഴിഞ്ഞു. ഇനിയും ബഗ്ഗുകൾ വരുന്നുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ഇതൊന്നും അല്ല, ഇതിനും കൂടുതലുള്ള സാധനങ്ങളുണ്ട്. 6. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ട്രേഡ് എടുക്കേണ്ടത്? ഫസ്റ്റ് ക്യാൻഡിൽ ഏതാണ്? ബുള്ളിഷ്. അപ്പോൾ 7th ക്യാൻഡിൽ ഏതാണ്? ബുള്ളിഷ്. അപ്പിലേക്കാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. ഓക്കെ, ട്രേഡ് കിട്ടിയില്ലെങ്കിൽ MT എടുക്കുക. ഓക്കെ, നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത്. നമ്മുടെ ഫോറക്സിൻ്റെ അൽഗോ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ആവശ്യമുള്ളവരൊക്കെ വന്നിട്ട് ഫോറക്സിൻ്റെ ഗ്രൂപ്പിൽ നോക്കാം. ഓക്കെ, അതിൻ്റെ ലിങ്കും ആ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ടാവും. ഓക്കെ, മായാവി ട്രേഡിംഗ് എന്ന് പറഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക താല്പര്യമുള്ളവർ. ഓക്കെ, നമ്മളിപ്പോൾ അപ്പിലേക്ക് എടുത്തു. ആസ് പെർ ദ സ്ട്രാറ്റജി 1 2 3 4 5 6 7 ഇത് അപ്പിലേക്കാണ് എടുത്തത്. നോക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ ആക്യുറസി കിട്ടിയത് ഏതിലാണെന്നറിയോ? ഡൗണിലേക്ക് എടുക്കുമ്പോൾ കേട്ടോ. അതും കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ വന്നു, ഇങ്ങനെ ഗ്രീൻ ക്യാൻഡിൽ വന്നു, ഡൗണിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ആക്യുറസി കൂടുതലാണ്. ഓക്കെ, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. 2 ട്രേഡ് എടുത്തു ഞാൻ. സെവൻത് ക്യാൻഡിലാണത്. ഓക്കെ, ഇതെങ്ങനെ ലോസ് ആവുകയാണെങ്കിൽ പരിപാടി നിർത്തിക്കോളുക വെച്ചാൽ ഈ ട്രേഡിംഗ് അല്ല, ഈ ചാർട്ടിൽ നിന്ന് മാറി അടുത്ത ചാർട്ടിലേക്ക് ഓടി പോയിക്കോളാം. ഉണ്ടോ? ഇവിടെ നോക്കുക, ഇവിടെ നോക്കുക. 1 2 3 1 2 3 4 5 6 7 ഇവിടെ കിട്ടി. 7ൽ അത് റണ്ണിങ് ആണ്. ഓക്കെ, മാർക്കറ്റ് നല്ല ഫ്ലക്ച്വേഷൻ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കിത് ലോസ് അടിക്കും. ഓക്കെ, ലോസ് അടിക്കുകയാണെങ്കിൽ അടുത്ത പെയറിലേക്ക് പോയിക്കോളുക. ലോസ് ഇല്ലാത്തൊരു പരിപാടിയില്ല. നിങ്ങൾ ജെനുവനായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണോ? നിങ്ങൾ ജെനുവനായിട്ട് ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തിയാണോ? ലോസ് ഇല്ലാത്തൊരു പണിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ലോസ് നിർബന്ധമായിട്ട് ലോസ് ഉണ്ടാവും. നോക്കി, ലോസ് ഉണ്ടാവും. ആ ലോസിന് റിക്കവറി, ഇനിയിപ്പോൾ അടുത്ത ലോസിന് റിക്കവറി ചെയ്യാൻ എന്താ ചെയ്യുക? നമ്മൾ അടുത്ത ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ അടുത്ത സിഗ്നലിൽ ചെയ്യും. നിങ്ങളോട് ഞാൻ സിഗ്നൽ നോക്കാൻ പറഞ്ഞില്ലേ, അതിൽ ചെയ്യും. അത്രയേ ഉള്ളൂ. ഉണ്ടോ? ലാസ്റ്റ് മുമ്പിൽ ചിലപ്പോൾ നമുക്ക് കിട്ടി കണ്ട. അപ്പോൾ ഇത് ഒരു ബഗ്ഗാണ്. ഈ ബഗ്ഗ് നിങ്ങൾ നോക്കിക്കോളാം. ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുക, ദൈവത്തെ ഓർത്ത്. ഓക്കെ, ഇത് കണ്ട പാടെ നിങ്ങൾ കൊണ്ടുപോയിട്ട് റിയൽ അക്കൗണ്ടിൽ കൊണ്ടുപോയിടാതെ ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുക. ഈ ബഗ്ഗ് തീരുന്നത് വരെ നിങ്ങൾക്ക് ഈ ബഗ്സിനൊക്കെ എന്താണെന്നറിയോ? ചെറിയ കാലാവധിയുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടു. ഈ വീഡിയോ നോക്കാൻ വേണ്ടിയിട്ട്
കോർട്ടെക്സിൻ്റെ പല ആൾക്കാരും ഉണ്ടാവും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഇതിൽ നിങ്ങൾ കൂടുതൽ പ്രോഫിറ്റ് എടുക്കുന്നു തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ ബഗ് അങ്ങോട്ട് മാറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി തീർന്നു. ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ ജോയിൻ ചെയ്തോളൂ. അൽഗോയിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ അൽഗോയിൽ ജോയിൻ ചെയ്യണം. വേൾഡിലെ നമ്പർ 1 അൽഗോ എന്ന് എനിക്ക് എൻ്റെ കാര്യമില്ല, എനിക്കല്ലേ പറയാൻ പറ്റൂ. ഞാൻ വിശ്വസിക്കുന്ന ഒരു അൽഗോ ഉണ്ട്, അതാണ് അൽഗോ, നമ്മുടെ അൽഗോ. താല്പര്യമുള്ളവർ അതിനും നോക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ശരി, എന്നാൽ ബൈ.